ഹായ് ഹലോ എവ്രി വൺ. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. കേട്ടറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ സെഷൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഭാഗം പോലും വിട്ടുകളയാതെ തീർച്ചയായും നിങ്ങൾ നിരീക്ഷിക്കുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സമയം കളയുന്നില്ല. നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നിങ്ങൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുമല്ലോ. ആ ഒരു കാര്യം മറന്നു പോകരുത്. അവിടെയാണ് നമ്മുടെ സ്കോർ ഇരിക്കുന്നത്. നമ്മൾ കക്ഷത്തിലിരിക്കുന്ന ഒരു കാര്യം മറന്നു കളഞ്ഞുകൊണ്ട് ഉത്തരത്തിലിരിക്കുന്നത് തേടി പോവരുത്. നമ്മളെ കയ്യിലുള്ള നോളജ് അതിൻ്റെ മൂർച്ച കൂട്ടി 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 വെക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയുടെ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹി ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ഓക്കെ, ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹി ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? സോ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ആൻ ആണ് ശരി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമ്മുടെ ഉത്തരത്തിലോട്ട് വരാം. ഈ ഓണസ്റ്റ് മാനിൽ എച്ചിന് എന്തില്ല, സൗണ്ട് ഇല്ല, ഹ എന്ന് പറയില്ല. ഓണസ്റ്റ് മാൻ ആണ്. അതായത് നമ്മൾ വവൽ സൗണ്ട്സിന്റെ കൂടെ ആനും കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എയും ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൗണ്ട്സ് എന്നാണ് പറഞ്ഞത്, ലെറ്റേഴ്സ് എന്നല്ല. ഓക്കെ, അപ്പം ഞാൻ പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ. നമുക്ക് ഇംഗ്ലീഷിൽ 3 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? എ, ആൻ, ദ. ഇങ്ങനെ 3 ആർട്ടിക്കിൾസ്. ഇതിലെ എയുടെയും ആനിന്റെയും പേര് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ്. എനെയും ആനിനെയും വിളിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എന്നാൽ ദയുടെ പേര് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദയുടെ പേരെന്താ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ ആണോ? അപ്പം പേരിങ്ങനെയാണ്. ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്നാ. ഓക്കെ, അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺസണന്റ് സൗണ്ട്സിന് മുമ്പിൽ എ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ എ, ഇ, ഐ, ഒ, യു അല്ലാത്ത എല്ലാ സൗണ്ട്സും കോൺസണന്റ് സൗണ്ട്സ് ആണ്. ബ സൗണ്ട്, എ ബാഗ്, പ് സൗണ്ട്, എ പെൻ, പ് സൗണ്ട് അഗെയിൻ, എ പിഗ്. കണ്ടോ? അപ്പം എ, ഐ, ഒ, യുടെ സൗണ്ട് അല്ലാത്ത ബാക്കിയെല്ലാം കോൺസണന്റ് സൗണ്ട് ആണ്. ഓക്കെ, ഇനി ഈ എ, ഇ, ഐ, ഒ, യു ഇവയുടെ സൗണ്ട് അതാണ് വവൽ സൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ വവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുന്നത്. വവൽ സൗണ്ട്സിന് മുമ്പിൽ എന്താ ഉപയോഗിക്കുന്നത്? ആൻ ആണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ, ആൻ ആപ്പിൾ. എഗ്, ആൻ എഗ്. ഓറഞ്ച്, ആൻ ഓറഞ്ച്. ഈ വവൽ സൗണ്ട്സ് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ മലയാളത്തില് ആ, ഇ, ഉ, എ, ഐ, ഒ, ഔ ഇല്ലേ? ഇത്രയും ആൾക്കാരുടെ സൗണ്ട്സ് നോക്കിയാൽ മതിയാവും. ഇതിലാണ് ഒരു ഇംഗ്ലീഷ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ആന് കൊടുക്കാം. ഓക്കെ, ഈ ഇത്രയും ആൾക്കാരെ ഒന്ന് നോക്കിയാൽ മതി. ഈ ഒരു സൗണ്ട്സിലാണ് നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ആന് കൊടുക്കുക. അല്ലാത്തതൊക്കെ കോൺസണന്റ് സൗണ്ട്സ് ആണ്, അവിടെ നമ്മൾ എ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാനിനി മത്സര പരീക്ഷകളിൽ ചോദിച്ച ആർട്ടിക്കിളിന്റെ ഭാഗത്തു നിന്നും എയുടെയും ആനിന്റെയും സൈഡിൽ നിന്നും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും കാണിച്ചു തരാം. അപ്പൊ എന്റെ കൂടെ പഠിച്ചു വെച്ചോ. ഇതിന്റെ അപ്പുറത്ത് ആർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യമില്ല. ഓക്കെ, അംബ്രല, ആ അല്ലെ? ആ സൗണ്ടാ. ആൻ അംബ്രല. അഗ്ലി മാൻ, ആയാണ്. എൻ അഗ്ലി മാൻ. ഇതൊക്കെ എക്സെപ്ഷൻസ് ഒക്കെ അതുപോലെ പഠിക്കണേ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് യു എന്നാണ്. യു. അപ്പം എ യു. കാരണം ഈ യു എന്ന് പറയുന്നതേ വൈ എന്ന് പറയുന്ന കോൺസണന്റിന്റെ സൗണ്ടാ. ഓക്കെ, ഈ വെച്ച് തുടങ്ങി എന്ന് വിചാരിച്ച് അത് വവൽ സൗണ്ട് ആവുന്നില്ല.
നമ്മൾ നോക്കേണ്ടത് പ്രൊനൗൺസിയേഷനാ, സ്പെല്ലിംഗ് അല്ല. ഓക്കെ, അപ്പൊ ഇത് യു എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാ? യു. അത് വൈ എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ? വൈ എന്ന് പറയുന്ന കോൺസണന്റ് ലെറ്ററിന്റെ സൗണ്ട് ആണ്. അതുകൊണ്ട് എ യു. ഇനി യൂണിയനും അങ്ങനെ തന്നെ. യുയിലാണ് തുടങ്ങുന്നതെങ്കിലും എ യൂണിയൻ ആണ്, എ യൂണിയൻ അല്ലെ? കാരണം ഇതും വൈയുടെ സൗണ്ട് യാ സൗണ്ട് ആണ്. യൂണിയൻ ഇങ്ങനെയല്ലേ? അപ്പം എ യൂണിയൻ. അപ്പം യുയിലാണ് തുടങ്ങുന്നതെങ്കിലും എ ഐ ഒയിൽ ഒരാളല്ലേ യു, എന്നാ പിന്നെ അത് വവ്വലല്ലേ എന്ന് ചിന്തിക്കരുത്. കാരണം എന്താ? നമ്മൾ നോക്കേണ്ടത് സൗണ്ട് ആണ്. യൂണിയൻ യാ ആണ് സൗണ്ട്, എ യൂണിയൻ. യെല്ലോ ഡ്രസ് എഗെയിൻ യാ സൗണ്ട് ആണ്, എ യെല്ലോ ഡ്രസ്. ഓക്കെ, ഇത് ഇയർ അല്ല. ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എക്സാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇയർ. അപ്പം വൈയുടെ സൗണ്ട് ആണ്, എ ഇയർ. ഇതൊക്കെ നമ്മൾ എപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. എ ഇയർ ആണ്, ആൻ ഇയർ അല്ല. ഓക്കെ, എ ഇയർ. യങ് മാൻ, എ യങ് മാൻ. ഓസ്ട്രേലിയൻ, ഇത് ഓ ആണ് അല്ലെ? ആൻ ഓസ്ട്രേലിയൻ. അവർ, ഇത് എച്ചിന് സൗണ്ട് ഇല്ല, ആ സൗണ്ട് അവർ. ഓക്കെ, അവർ. ഓക്കെ, ആൻ അവർ. ഓക്കെ, ഔ എന്നാണ്, ആൻ അവർ. ദെൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണസ്റ്റ് മാൻ. എച്ചിന് സൗണ്ട് ഇല്ല, ഓ, ഓണസ്റ്റ് മാൻ. അപ്പൊ ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. കണ്ടോ? ആൻ ഓണസ്റ്റ് മാൻ. കിട്ടിയോ? എച്ചിന് സൗണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ അത് കോൺസണന്റ് അല്ല, വവൽ സൗണ്ടാ വരുന്നത്, ഓ. അതുകൊണ്ട് ആൻ കൊടുക്കുക, ആൻ ഓണസ്റ്റ് മാൻ. ഇനി ഓണർ ആണെങ്കിലും അതുപോലെ തന്നെ, ആൻ ഓണർ. ഇനി ഈ HEIR എന്താണെന്നറിയാവോ? അനന്തരാവകാശി, എയർ ടു ദ ത്രോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കിരീടാവകാശി. ഇത് എച്ചിന് സൗണ്ട് ഇല്ല, ആൻ എയർ ആണ്. ഇനി നമ്മുടെ മുടിയാണെങ്കിൽ ഹെയർ, അവിടെ സൗണ്ട് ഉണ്ട്, എ ഹെയർ ആണ് കേട്ടോ, എ ഹെയർ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഇനി ഈ ഓജോ ബോർഡ് എന്ന് നമ്മൾ കേട്ട സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ വരുന്നത് വീജാ ബോർഡ് എന്നാണ്. ഇതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്താ? വീജാ ബോർഡ്. അപ്പൊ എങ്ങനെ പറയണം? ഇതിന്റെ സൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് അല്ലേ? അപ്പം ആ വീജാ ബോർഡ്. ഓജോ ബോർഡ് എന്ന് പറയരുത്, വീജാ ബോർഡ്. ഇനി അവൻ, ആൻ അവൻ. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ആൻ അംബ്രല, ആൻ അഗ്ലി മാൻ, എ യു, എ യൂണിയൻ, എ യെല്ലോ ഡ്രസ്, എ ഇയർ, എ യങ് മാൻ, ആൻ ഓസ്ട്രേലിയൻ, ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണർ, ആൻ എയർ, എ വീജാ ബോർഡ്, ആൻ അവൻ. ഓക്കെ, ഇനി ഇത് ആൻ എയർ ആണ്, ഇത് എ ഹെയർ ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എ ഹെയർ, എ ഹോഴ്സ്. ഹോഴ്സിനും സൗണ്ട് ഉണ്ട്, ഹാട്ടോ. അത് കോൺസണന്റ് സൗണ്ട് ആണേ. ഇതൊക്കെ തരംതിരിച്ചങ്ങ് പഠിച്ചു വെച്ചോ. കോൺസണൻസിനെ നിങ്ങൾ ഒരു ഭാഗത്ത് എഴുതി, വൊവൽസിനെ മറ്റൊരു ഭാഗത്ത് എഴുതി, അങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം. ഹിസ്റ്റോറിയൻ ആണെങ്കിൽ എ ഹിസ്റ്റോറിയൻ ആണ്, എ ഹിസ്റ്റോറിയൻ ആണ്. കാരണം എന്താ? ഹാക്ക് അവിടെ സൗണ്ട് ഉണ്ട്, ഹിസ്റ്റോറിയൻ. എ ഹെയർ, എ ഹോഴ്സ്, എ ഹിസ്റ്റോറിയൻ, എ ഹിസ്റ്ററിക്കൽ ട്രൂത്ത്. ഇനി ഹിസ്റ്ററിക്കൽ ട്രൂത്ത് ആണെങ്കിലും ഹാ സൗണ്ട് ഉണ്ട്. ഹൈസ്കൂൾ ആണെങ്കിലും എ ഹൈസ്കൂൾ. ഇനി എംബ്ലം ആണെങ്കിൽ എ സൗണ്ട്, ആൻ എംബ്ലം. യൂറോപ്യൻ ആണെങ്കിൽ എ യൂറോപ്യൻ. ഓക്കെ, അത് യാ സൗണ്ട് അല്ലെ? യാ സൗണ്ട്, എ യൂറോപ്യൻ. യൂണിയൻ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു വവൽ കയറി വന്നിട്ടുണ്ട്, ആൻ എംബ്ലം. ബാക്കിയൊക്കെ എ ഹെയർ, എ ഹോഴ്സ്, എ ഹിസ്റ്റോറിയൻ, എ ഹിസ്റ്ററിക്കൽ ട്രൂത്ത്, എ ഹൈസ്കൂൾ, എ യൂറോപ്യൻ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ. ഇവിടെ പലരും ഓ കാണുമ്പോഴത്തേക്ക് ആന് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി പോവും. ഇത് വീയുടെ സൗണ്ട് ആണ്, കോൺസണന്റ് സൗണ്ട് ആണ്. എ വൺ ഐഡ് മാൻ. എ യുണീക്ക് പേഴ്സൺ, യാടെ സൗണ്ട് ആണ്, യുണീക്ക് പേഴ്സൺ. ഇത് ഉട്ടോപ്യ അല്ല, യൂട്ടോപ്യ ആണ് കേട്ടോ, യൂട്ടോപ്യ. അപ്പം അത് യൂട്ടോപ്യൻ ഐഡിയ ആണ്, ഉട്ടോപ്യ അല്ല, എ യൂട്ടോപ്യൻ ഐഡിയ. ഇനി ഇത് ഉനാനിമസ് അല്ല, യുനാനിമസ്, യുനാ. ഓക്കെ, അപ്പം എ യുനാനിമസ് ഡിസിഷൻ, എ യൂസ്ഫുൾ ഗിഫ്റ്റ്. യുയിലാ തുടങ്ങുന്നതെങ്കിലും അല്ലെ, എ ഐ ഒ യുയിൽ ഒരാളാണ് യു എങ്കിലും
ഇവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് വൈഡ് സൗണ്ട് ആണ്, യൂസ്ഫുൾ ഗിഫ്റ്റ്. അപ്പൊ ഈ യാ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ എപ്പോഴും എ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാ വേർഡ്സും ഇതുവരെ ചോദിച്ച എല്ലാ വേർഡ്സും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എ ഹെയർ, എ ഹോഴ്സ്, എ ഹിസ്റ്റോറിയൻ, എ ഹിസ്റ്ററിക്കൽ ട്രൂത്ത്, എ ഹൈ സ്കൂൾ, ആൻ എംബ്ലം, എ യൂറോപ്യൻ, എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി, എ വൺ-eyed man, എ യുണീക്ക് പേഴ്സൺ, എ യൂട്ടോപ്യൻ ഐഡിയ, എ യുനാനിമസ് ഡിസിഷൻ, എ യൂസ്ഫുൾ ഗിഫ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എ യു ഡി ക്ലർക്ക്. ഈ യു ഡി എന്ന് വായിക്കുമ്പോൾ ഇതിങ്ങനെയാ വായിക്കുന്നത് അല്ലേ, എ യു ഡി ക്ലർക്ക്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് വരും അല്ലെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ആ സൗണ്ട് ആവൂലേ. അപ്പം ആൻ അപ്പർ ഡിവിഷൻ ക്ലർക്ക്, എ യു ഡി ക്ലർക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ സൗണ്ടിലോട്ട് മാറുന്നുണ്ട്, ആൻ അപ്പർ ഡിവിഷൻ ക്ലർക്ക്. ഓക്കെ, എ സിഇഒ, എ പി എച്ച് ഡി, ആൻ എസ് ഐ. എസ് ഐക്ക് ഇങ്ങനെയല്ലേ, എസ് എ അല്ലേ തുടങ്ങുന്നത്, ആൻ എസ് ഐ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സബ് ഇൻസ്പെക്ടർ ആവുന്നു, എ സബ് ഇൻസ്പെക്ടർ. കാരണം എസ് അല്ലേ, സ സൗണ്ട്, കോൺസണന്റ് സൗണ്ട്, എ സബ് ഇൻസ്പെക്ടർ. ആൻ എം എ, ഓക്കെ, ആൻ എം എൽ എ, എം ഇങ്ങനെയാ, ഓക്കെ, ആൻ എം എ, ആൻ എം എൽ എ. ആൻ എച്ച് എസ് സ്കൂൾ, ഓക്കെ, എച്ച് എസ് സ്കൂൾ, എ അല്ലെ, ആൻ എച്ച് എസ് സ്കൂൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ, എച്ചിന് എന്തുണ്ട്, സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് എ ഹയർ സെക്കൻഡറി സ്കൂൾ. എച്ച് എസ് സ്കൂൾ എന്ന് പറയുമ്പോൾ ആൻ എച്ച് എസ് സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ ആ ഹയർ സെക്കൻഡറി സ്കൂൾ. എക്സ്റേ എന്ന് പറയുമ്പോൾ ആൻ എക്സ്റേ, ആൻ എക്സ്റേ. കിട്ടുമല്ലോ. എ യു ഡി ക്ലർക്ക്, ആൻ അപ്പർ ഡിവിഷൻ ക്ലർക്ക്, എ സിഇഒ, എ പി എച്ച് ഡി, ആൻ എസ് ഐ, എ സബ് ഇൻസ്പെക്ടർ, ആൻ എം എ, ആൻ എം എൽ എ, ആൻ എച്ച് എസ് സ്കൂൾ, എ ഹയർ സെക്കൻഡറി സ്കൂൾ, ആൻ എക്സ്റേ. കിട്ടുമല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ എം എൽ എ, എം പി, എം എ, എൽ ഡി ക്ലർക്ക്, എം പി എ, എഫ് ഐ ആർ, എൽ ഐ സി, എൻ സി സി തുടങ്ങിയ അബ്രീവിയേഷൻസിന് മുമ്പിൽ ആൻ ഉപയോഗിക്കാം. ആൻ എം എൽ എ, ആൻ എം പി, ആൻ എം എ, ആൻ എൽ ഡി ക്ലർക്ക്, ആൻ എം ബി എ, ആൻ എഫ് ഐ ആർ, ആൻ എൽ ഐ സി, ആൻ എൻ സി സി. ഓക്കെ, എന്നാൽ ഇതിന്റെ എക്സ്പാൻഷൻസിന് മുമ്പിൽ എ അല്ലെങ്കിൽ ദ ഉപയോഗിക്കും. ഇപ്പൊ ദ നിങ്ങൾ നോക്കണ്ട, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ ദയുടെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ നമുക്ക് സ്പെഷ്യൽ കേസസ് ഉണ്ട്, റിവേഴ്സിന്റെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെ, യുണീക്ക് ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ. ഇപ്പൊ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് എയും ആനും പഠിക്കാം. അടുത്ത ഒരു സെഷനിൽ നമുക്ക് ദയുടെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷകൾക്കും നിങ്ങളുടെ ടീച്ചിങ് പരീക്ഷകൾക്കും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. സോ നിങ്ങൾ പറയുന്ന റിക്വയർമെന്റിനനുസരിച്ച് തന്നെയായിരിക്കും ഇനിയും നിങ്ങൾക്ക് യൂട്യൂബ് സെഷൻസ് തരാൻ പോകുന്നത്. സോ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പം എന്താ പറഞ്ഞത്, ഇതിന്റെ എക്സ്പാൻഷൻസിന് മുമ്പിൽ എ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം a lower division clerk, ദാ ഇപ്പൊ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, a member of parliament. ഓക്കെ, മെമ്പർ മ സൗണ്ട് ആയി, ലോവർ ഡിവിഷൻ എൽ സൗണ്ട് ആയി അല്ലെ. അപ്പം കോൺസണന്റ് സൗണ്ട് ആവുന്നുണ്ട് ഇവയുടെയൊക്കെ എക്സ്പാൻഷൻ. എന്നാൽ എബ്രിവിയേഷൻസ് ആണെങ്കിലോ വവൽ സൗണ്ട്സ് ആണ്, ആൻ ഉപയോഗിക്കണം. എന്നാൽ എക്സ്പാൻഷൻ ആണെങ്കിലോ കോൺസണന്റ് സൗണ്ട് ആണ്, എ ഉപയോഗിക്കണം. സെറ്റ് അല്ലേ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ കൂടെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എ ആനിൽ ചോദിക്കുന്ന എല്ലാം പഠിച്ചു. ഇനിയുണ്ട് കുറച്ചും കൂടെ, നമുക്കത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർത്ത് കളയാം. എ ക്രിസ്മസ്, എ യൂണിവേഴ്സൽ ഐഡിയ, യൂണിവേഴ്സൽ ഐഡിയ. എ 5-year പ്ലാൻ, എ വോട്ട്, എ വൺ-വേ ടിക്കറ്റ്, ആൻ MSc, ആൻ HOD, an FM radio, an attempt, an LLB, an island. Okay, അപ്പം എ ക്രിസ്മസ്, എ യൂണിവേഴ്സൽ ഐഡിയ, എ 5-year പ്ലാൻ, എ വോട്ട്, എ വൺ-വേ ടിക്കറ്റ്, an MSc, an HOD, an FM radio,
an attempt, an LLB, an island, an inkpot, an armchair, an American, an Indian, an Italian, an Arabian, an umpire, an ugly man, an underworld, an innocent man, an enemy, an opportunity, an MPhil, okay, an X-ray plant, an inkpot, an armchair, an American, an Indian, an Italian, an Arabian, an umpire, an ugly man, an underworld, an innocent man, an enemy, an opportunity, an MPhil, an X-ray plant. ഓക്കെ, സോ നമ്മൾ ആർട്ടിക്കിൾസിൽ എയും ആനും, അതായത് എയുടെയും ആനിൻ്റെയും ഉപയോഗം, എ നമ്മൾ കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ആൻ നമ്മൾ വൊവൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമ്പിൾസും നമ്മൾ കവർ ചെയ്തു. ഇനി അതിൽ നിന്ന് ചോദിക്കാൻ ഒരു വേർഡ് ഇല്ല. മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വാക്കുകളും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി പഠിച്ചോളാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ്. നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകോഡിന്റെ ഭാഗത്ത് നിന്ന് നെയ്തർ നോർ either or not but also അല്ലെ. ഇതൊക്കെ വെച്ച് രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ നെയ്തർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ടീച്ചർ ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സ്റ്റുഡൻസ് ആണ്. നമ്മൾ എന്താ പഠിച്ചത്? നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവയൊക്കെ വെച്ച് രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബിനെ കൊടുക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ? രണ്ടാമത്തെ സബ്ജക്റ്റ് ദ സ്റ്റുഡൻസ് ആണ്. അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സ്റ്റുഡൻസ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? പ്ലൂരൽ ആണ്. അപ്പൊ നമ്മൾ ഈ സ്പേസിലുള്ള വേർബ് അല്ലേ, അതും എങ്ങനെ കൊടുക്കണം? അതും എങ്ങനെ കൊടുക്കണം? പ്ലൂരൽ ആയിട്ട് കൊടുക്കണം. ആൻസർ എന്താ വരുന്നത്? വേർ. ബാക്കി മൂന്നും വാസും ഈസും ഹാസും സിംഗുലർ ആണ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ പോലും വേണ്ട. അപ്പം neither the teacher nor the students were present. were present. ഐഡിയ കിട്ടിയോ? അപ്പം നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവരെ മറന്നു പോവരുത്. ഇവരെ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കൊടുക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ. ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഡാഷ് ആർ യു ഗോയിങ്? എവിടെയാ പോകുന്നത്? അല്ലെ, എവിടെയാ പോകുന്നത് നിങ്ങൾ? എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഇതില് വിച്ച് വരൂല, കോമൺ സെൻസാ. വാട്ട് ആർ യു ഗോയിങ് ചോദിക്കോ? ഇല്ല. ഹൂസ് ആർ യു ഗോയിങ്? അപ്പൊ എന്താണ് ആൻസർ? വേർ. എവിടെയാ അല്ലെ, നമ്മൾ എങ്ങോട്ടാ, നമ്മുടെ ഡയറക്ഷനോ ഡെസ്റ്റിനേഷനോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മുടെ എവിടേക്കാ പോകുന്നത് അല്ലെ, അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വേർ ആണ്. വേർ. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ക്വസ്റ്റ്യൻ ടാഗിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ആ സെന്റൻസിലെ ഓക്സിലറി വേർബുമാണ്.
അപ്പൊ ഷീ ഇവിടുത്തെ സബ്ജക്റ്റും ഈസ് ഇവിടുത്തെ ഓക്സിലറി വേർബും ആണ്, ഓക്സിലറി വേർബുവാ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഈ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവാ, ഇതിൽ വേറെ ഒരു നെഗറ്റീവ് വേർഡ്സും ഇല്ല അല്ലെ, നോയോ നോട്ടോ നെവറോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊരു പോസിറ്റീവ് സെന്റൻസാ. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നമ്മൾ നെഗറ്റീവ് ആക്കണം എന്നാ പഠിച്ചത്. അപ്പം ഈസ് ഷീ എന്ന് എഴുതിയാൽ പോരാ, ഈസ് ഇൻഡ് ഷീ. ആൻസർ വരുന്നത് ഈസ് ഇൻഡ് ഷീ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്രൊനൗണിന്റെ രൂപത്തിൽ തന്നെ ആയതുകൊണ്ട് സുഖമായിട്ട് നമ്മൾ ആ പ്രൊനൗണ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി പേരുകളാണെങ്കിലോ, ഫീമെയിൽ നെയിംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷീ തന്നെ കൊടുക്കണം അല്ലെ, മെയിൽ നെയിംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹീ കൊടുക്കണം. ഓക്കെ, പ്രൊനൗണിന്റെ രൂപത്തിലേ സബ്ജക്റ്റ് വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് തന്നെയാണത് പ്രൊനൗണിന്റെ രൂപത്തിലേ വരുള്ളൂ. പേരിപ്പം ഡസ് രാകേഷ് എന്നൊന്നും ചോദിക്കൂല, ഡസ് ഹി എന്നേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഡസ് ഇൻഡ് ഷീ എന്നൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഓക്സിലറി വേർബ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തരും. ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ ആണെങ്കിൽ തരും. ഇനി അതല്ല എങ്കിൽ നമ്മൾ മെയിൻ വെർബിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ മേക്ക് എന്ന് പറയുന്ന ഒരു വേർബ് എടുക്കുകയാണെ, പ്രസന്റില് 2 രൂപം. മേക്ക് എന്ന് പറഞ്ഞാൽ മേക്ക് പ്ലസ് ഡു അല്ലെ, പ്ലൂരൽ ഫോം. മേക്സ് എന്ന് പറഞ്ഞാൽ മേക്ക് പ്ലസ് ഡസ്, സിംഗുലർ ഫോം. ഇനി V2 എന്ന് പറയുന്നത് മെയ്ഡ, പാസ്റ്റ്. അതെന്ന് പറയുന്നത് മേക്കിനോട് ഡിഡ് ചേർക്കുന്നതാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു സെന്റൻസിൽ ഓക്സിലറി വേർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മെയിൻ വേർബിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, തന്നിരിക്കുന്നതിനനുസരിച്ച് ബേസ് ഫോമിൽ തന്നാൽ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡു ഉണ്ട്. എസ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡസ് ഉണ്ട്. ഇനി V2 തന്നാൽ അതിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ട്. ഓക്കെ, അതിനെ പുറത്തേക്ക് എടുത്താൽ മതി. ഓക്സിലറി ഡയറക്റ്റ് ആയിട്ട് ആ സെന്റൻസിൽ കാണുന്നില്ല, ഇങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റിനനുസരിച്ച് അത് പ്രൊനൗൺ ആക്കി കൊടുത്താലും മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഓക്കെ, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഓക്കെ, അതായത് ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നമ്മൾ ഈസ് ഇൻഡ് അല്ലെ, നോട്ട് ചേർത്തു. ഈസ് എന്ന് പറയുന്ന ഓക്സിലറിനോട് നോട്ട് ചേർത്തു. ഇനി അവിടെ ഷീസ് നോട്ട് എ ഡോക്ടർ എന്നായിരുന്നെങ്കിലോ, ഈസ് ഷീ എന്ന് മതിയായിരുന്നു, ഈസ് ഇൻഡ് വേണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഷീസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈസ് ഇൻഡ് ഷീ, ഷീസ് നോട്ട് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈസ് ഷീ. ഓൾ റൈറ്റ്, അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പുഷ്പം പോലെ കിട്ടും. ക്വസ്റ്റ്യൻ ടാഗ് പുഷ്പം പോലെ കിട്ടും. സെറ്റ് അല്ലേ, പഠിച്ചല്ലോ. ഇനി അടുത്ത ചോദ്യം, ബൈ നെക്സ്റ്റ് മന്ത് ദേ ഡാഷ് ദ വർക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്യൂച്ചറിൽ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത്, ഓക്കെ, ഫ്യൂച്ചറിൽ ടൈം ബൗണ്ട് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ബൈ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ടൈം കാണിച്ചാൽ, ഇപ്പൊ ഞാൻ പറയാം അടുത്ത വർഷത്തിന്റെ അവസാനത്തോടു കൂടി ഞാനൊരു ഗവൺമെന്റ് ജോലി നേടിയിരിക്കും. അപ്പം ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ എന്നല്ലേ പറയുന്നത്. അപ്പം ബൈന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ടൈം റെഫറൻസ് നിങ്ങൾ കണ്ടാൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെൻസ് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് എന്താണെന്ന് അറിയാവോ? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. എന്താ സ്ട്രക്ചർ? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ? ബൈ നെക്സ്റ്റ് മന്ത് ദേ ഡാഷ് ദ വർക്ക്. എന്തായിരിക്കും? ഓക്കെ, വിൽ ഹാവ് ഫിനിഷ്ഡ് അല്ലെ, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഈ 4 ഓപ്ഷനിൽ ഇത് മാത്രമല്ലേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, ബാക്കി 3 അല്ല. ഇത് ചുമ്മാ V1, ഇത് ചുമ്മാ V2, ഇത് ഹാവ് പ്ലസ് V3. ഇത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ച സ്ട്രക്ചർ, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്നല്ലേ. അതെന്തുകൊണ്ട് ബൈയുടെ കൂടെ ഒരു ഫ്യൂച്ചർ ടൈം റെഫറൻസ് നെക്സ്റ്റ് മന്ത്, ഓക്കെ, അടുത്ത മാസത്തോടു കൂടി
അവര് ഈ ടാസ്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 കിട്ടുമല്ലോ. അപ്പം ബൈയുടെ കൂടെ ഒരു ഫ്യൂച്ചർ ടൈം റെഫറൻസ് എവിടെ കണ്ടാലും ടെൻസ് ചെയ്ത് കൊടുത്തോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കൊടുത്തോ. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അങ്ങ് കൊടുത്തോളൂ. അടുത്തത് there isn't dash milk left. there isn't dash milk left. ആൻസർ നോക്കാം നമുക്ക്. എന്താ ആൻസർ വരുന്നത്? മച്ചാണ്. എന്തുകൊണ്ട്? മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, എല്ലാ ലിക്വിഡ് ഫോംസും അൺകൗണ്ടബിൾസാ. ഓക്കെ, ഈ മെനി എന്ന് പറയുന്നത് കൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുക, ഫ്യൂ എന്ന് പറയുന്നതും കൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുക. സെവറൽ വരില്ല എന്ന് നമുക്കറിയാം അല്ലെ. സെവറൽ മിൽക്ക് എന്ന് പറയോ? ഇല്ല. അപ്പോ അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുന്നത് മച്ചാണ്. മച്ച് വാട്ടർ, മച്ച് മിൽക്ക്, മച്ച് ഓയിൽ. ഓക്കെ, അപ്പം അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മെനി അല്ല ഉപയോഗിക്കുന്നത്, മച്ചാ. ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം മെനിയും ഫ്യൂവും നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് കൗണ്ടബിളാ. ഓക്കെ, അപ്പം അൺകൗണ്ടബിളിന്റെ കൂടെയാണ് മച്ച് ഉപയോഗിക്കുന്നത്. മെനിയും ഫ്യൂ ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിന്റെ കൂടെയാണ്? കൗണ്ടബിൾസിന്റെ കൂടെയാണ്. സെറ്റ് ആണോ? അപ്പം there isn't much milk left. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മിൽക്ക് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട്. സെവറൽ മിൽക്ക് എന്ന് പറയുന്ന ഉപയോഗം ഇല്ലാന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവ് അപ്പ് മീൻസ്, ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക അല്ലെ. അപ്പം ഓപ്ഷൻ ഏതാണ് ശരി? അബാൻഡൻ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അബാൻഡൻ. ഗിവ് അപ്പ് അബാൻഡൻ ആണ്. കിട്ടുമല്ലോ. ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഗിവ് അപ്പ്. ആൻസർ വരുന്നത് അബാൻഡൻ. അടുത്തത് ഐഡന്റിഫൈ ദ ജറണ്ട്. എന്താ ഈ ജറണ്ട്? നമുക്കറിയാം സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജറണ്ട് സ്മോക്കിംഗ് ആണ് അല്ലെ. ING ഫോമിനെയാണ് നമ്മൾ പറയുന്നത് ജറണ്ട് എന്ന്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ എന്താണ്? വെർബിന്റെ സ്ട്രക്ചർ ആണ്. പക്ഷെ ഫങ്ഷൻ നൗണിൻ്റെതാ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പം സ്മോക്കിംഗ് അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നും ഒരിക്കലും വെർബിന്റെ രൂപത്തിൽ നിൽക്കില്ല, നൗണിന്റെ രൂപത്തിലേ നിൽക്കൂ. അപ്പം ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്തിൽ ആ സ്മോക്കിംഗ് എന്ന് പറയുന്നത് വെർബിന്റെ സ്ട്രക്ചറും നൗണിന്റെ ഫങ്ഷനുമുള്ള ആളാ. അതിന്റെ പേരാണ് വെർബൽ നൗൺ. ഈ ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് വെർബൽ നൗൺ ആണ്, വെർബൽ നൗൺ. ഓക്കെ, അപ്പൊ നമ്മൾ V1, V2, V3, V4 ഒരു നാലാമത്തെ രൂപമുണ്ട് V4, അത് ING ആ. അപ്പം ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്ഡ്, ഡാൻസിങ് അല്ലെ. നാലാമത്തെ രൂപത്തിന്റെ പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാ, അത് ING ആ. അപ്പൊ നമുക്ക് പറയാം വെർബിന്റെ സ്ട്രക്ചർ ING രൂപം. പക്ഷെ ഇവിടെ റണ്ണിങ് ഈസ് ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പം റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. റണ്ണിങ് ഒരു നല്ല എക്സസൈസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താണെന്ന് പറയാം? റണ്ണിങ് ആണെന്ന് പറയാം അല്ലെ. ING രൂപമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ING രൂപം. അപ്പൊ ഈ റണ്ണിങ് എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല? വെർബല്ല. ആരെങ്കിലും ഓടുന്നുണ്ടോ? ആക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. അതിവിടുത്തെ സബ്ജക്റ്റ് ആണ്, അതിവിടുത്തെ നൗൺ ആണ് അല്ലെ. വെർബിന്റെ സ്ട്രക്ചർ ആന്നേ ഉള്ളൂ, ഫങ്ഷൻ നൗണിൻ്റെതാ. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എന്ത് വിളിക്കുന്നത്? വെർബൽ നൗൺ എന്ന് വിളിക്കുന്നത്, വെർബൽ നൗൺ. അപ്പം ഇവിടുത്തെ വെർബൽ നൗൺ റണ്ണിങ് ആ. ഞാൻ പറഞ്ഞു ING ഉണ്ടെന്ന്, ഇവിടെ ഒന്നും ING ഇല്ലല്ലോ. അപ്പം റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്, റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ ആണോ? അപ്പൊ ആൻസർ വരുന്നത് എന്താ? റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഓക്കെ, അപ്പം ജെറണ്ട് എന്തായിരുന്നു? വെർബൽ നൗൺ ആണ്. വെർബിന്റെ സ്ട്രക്ചറും നൗണിന്റെ ഫങ്ഷനും. ഈ ജെറണ്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ആക്ഷൻ നടക്കുന്നുണ്ടാവില്ല. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ആരും സ്മോക്ക് ചെയ്യുന്നില്ല അല്ലേ. ആ സ്മോക്കിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്നേ ഉള്ളൂ. റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ആരും ഓടുന്നില്ല അല്ലെ. റണ്ണിങ് നല്ലൊരു എക്സസൈസ് ആണെന്നാ പറയുന്നത്. അപ്പോൾ അതെന്താണ്? അതൊക്കെ സബ്ജക്റ്റുകളാണ്. നമ്മൾ ഈ പറഞ്ഞത് നൗൺ ആണ്. ഈ
വെർബിന്റെ രൂപവും നൗണിന്റെ ഫംഗ്ഷനുമുള്ള ആൾക്കാരെയാണ് നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. ING രൂപമാണ് ഈ ജെറണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കുക ഈ ജെറണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. അപ്പം റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇനി ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ് ടു ദ ക്ലാസ്. അപ്പം ഇത് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ് ടു ദ ക്ലാസ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആ സബ്ജക്റ്റിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ സെൽഫ് വേർഡ്സ് ആയ റിഫ്ലെക്സീവ് പ്രൊനൗണുകൾ ഉപയോഗിക്കണം. എന്താ പറഞ്ഞത്? ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആ സബ്ജക്റ്റിനെ തന്നെ തിരിച്ച് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ റിഫ്ലെക്സീവ് പ്രൊനൗണുകൾ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്നെ ഒരു ടീമിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരെയാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്നെ തന്നെ. അപ്പൊ സബ്ജക്റ്റും ഞാനാണ്, ഒബ്ജക്റ്റും ഞാനാണ്. പറഞ്ഞത് മനസ്സിലായി? അപ്പം ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ് ടു ദ ക്ലാസ്. അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവളെ തന്നെയാണ്. അവളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് അവളാ. ആരെയാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അവളെ തന്നെ. ഒബ്ജക്റ്റും അവളാ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷിലെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് വേർഡ്സ് ആണ്. മൈസെൽഫ്, അവർസെൽഫ്, ഹെർസെൽഫ്, ഹിംസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്, ഇങ്ങനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് വരുന്നത്. ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഹെർസെൽഫ്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഹെർസെൽഫ് ടു ദ ക്ലാസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്ന് തന്നെയാണോ? ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ അയാളിലേക്ക് തന്നെയാണോ തിരിച്ച് പ്രതിഫലിക്കുന്നത്? അയാൾ തന്നെയാണോ ഒബ്ജക്റ്റ്? അങ്ങനെ നോക്കിയാൽ മതിയാവും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി അടുത്തത്, യു ഡാഷ് ഒബേ യുവർ പാരൻസ്. യു ഡാഷ് ഒബേ യുവർ പാരൻസ്. അപ്പം ഇത് എന്ത് കാണിക്കുന്നതാണ്? ഒരു സോഫ്റ്റ് ഒബ്ലിഗേഷൻ ആണ് അല്ലെ? ചെറിയൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതാ. ഒരു ചെറിയ ചുമതല, ഉത്തരവാദിത്തം അത് കാണിക്കുന്നതാണ്. അവിടെ നമ്മൾ ഷുഡ് ഉപയോഗിക്കുക. യു ഷുഡ് ഒബേ യുവർ പാരൻസ്. അപ്പം ഒരു സോഫ്റ്റ് ഒബ്ലിഗേഷനെയാണ് കാണിക്കുന്നത്, ഒരു ചുമതല, ഒരു ഉത്തരവാദിത്തത്തെയാണ് കാണിക്കുന്നത് അല്ലെ? അപ്പം നമ്മൾ എന്ത് കൊടുക്കുക? യു ഷുഡ് ഒബേ യുവർ പാരൻസ്. ഓക്കെ, അപ്പം സോഫ്റ്റ് ഒബ്ലിഗേഷൻ ആണെങ്കിൽ നമുക്ക് ഷുഡ് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഷുഡിന്റെ യൂസ് ഒന്ന് പഠിച്ചു വെച്ചോ. സോഫ്റ്റ് ഒബ്ലിഗേഷൻ ആണെങ്കിൽ അല്ലെ, ചെറിയൊരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഷുഡ് ഉപയോഗിക്കണം. യു ഷുഡ് ഒബേ യുവർ പാരൻസ്. ഇനി നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കണം. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന റൂൾസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ മസ്റ്റാ ഉപയോഗിക്കുക. ഓക്കെ, ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടറ്റ് പരീക്ഷയ്ക്ക്. ഇനി ഹി വാസ് ടയേർഡ് ഡാഷ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഓക്കെ, ഒരു പോസിറ്റീവ് ഐഡിയ ഉണ്ട്, ഒരു നെഗറ്റീവ് ഐഡിയ ഉണ്ട്. ടയേർഡ് ആണ്, ഒരു നെഗറ്റീവ് ലോജിക്കാ. എന്നാലും വർക്ക് കണ്ടിന്യൂ ചെയ്തു, ഒരു പോസിറ്റീവ് ലോജിക്കാ. കോൺട്രഡിക്ടറി പെയേഴ്സാ. ഇതിനെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ട് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, അപ്പം ബട്ട്. ഹി വാസ് ടയേർഡ്, ടയേർഡ് ആണ്, പക്ഷേ ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. കണ്ടോ, രണ്ടും രണ്ട് തരം ഐഡിയകളാ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കുന്നത് അല്ലെ, അതൊന്നും അല്ല. സോ അല്ല, അൺലെസ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സിനോണിം ഓഫ് ബ്രേവ്. ബ്രേവ്, ധീരനായ അല്ലെ, ധീരനായ. അതിന്റെ സിനോണിം കവേർഡ് അല്ല, കവേർഡ് ഭീരുവാണ്. വീക്ക് അല്ല, ലേസി അല്ല. അപ്പൊ എന്താ? ഫിയർലെസ്. ബ്രേവ് അല്ലെ, ബ്രേവ്, ഫിയർലെസ്, പേടിയില്ലാത്ത, ധീരനായ, ഫിയർലെസ്. പഠിച്ചു. അപ്പം ബ്രേവിന്റെ സിനോണിം വരുന്നത് ഫിയർലെസ് ആണ്. ഫിയർലെസ് ആണ്. കിട്ടുമല്ലോ. അടുത്തത് ആന്റണിം ഓഫ് ആൻഷ്യന്റ്. ആൻഷ്യന്റ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം. ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുരാതനമായ. ആന്റണിം നവീനമായ, മോഡേൺ. എന്താണ്? മോഡേൺ. ഓൾഡ്, ഹിസ്റ്ററിക്, ട്രഡീഷണൽ ഒന്നും അല്ലാന്ന് നമുക്കറിയാം. ആൻഷ്യന്റ് പുരാതനമായതാ അല്ലെ. ഈ പറയുന്ന ഓൾഡ്, ഹിസ്റ്ററിക് ഒക്കെ ഏകദേശം ഒരു സിമിലർ ഐഡിയ ആണ് ട്രഡീഷണൽ ഒക്കെ അല്ലെ. അപ്പം ആന്റണിമായിട്ട് നവീനമായ, മോഡേൺ എന്ന് വരും. മോഡേൺ. ആൻസർ മോഡേൺ. അടുത്തത് പ്രഫിക്സ് ഇൻ ഡിസഗ്രി.
നമുക്ക് പ്രഫിക്സും ഉണ്ട് സഫിക്സും ഉണ്ട് പഠിക്കാനായിട്ട്. പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർഡിന്റെ മുന്നേ ചേർക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഫിക്സ്. അപ്പം ഈ അഗ്രി എന്ന് പറയുന്ന വേർഡിന്റെ മുമ്പേ ചേർത്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ഡിസ് അല്ലേ? അത് DIS ആണ് പ്രഫിക്സ്. ഡിസ്അഗ്രി, DIS അല്ലെ? ഡിസ്അഗ്രി, അതാണ് ഇവിടുത്തെ പ്രഫിക്സ്. അപ്പം ഒരു വാക്കിന്റെ മുമ്പേ ആ വാക്കിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി ആഡ് ഓൺ ചെയ്യുന്ന വേർഡാണ് പ്രഫിക്സ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥതലത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? ഇനിയിപ്പോ ഒരു വെർബ് ആണെങ്കിൽ അതിനെ എജക്റ്റീവ് ആക്കാനും അങ്ങനെ പലതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഈ പ്രഫിക്സിനും സഫിക്സിനും ഒക്കെ പറ്റും. അർത്ഥത്തിലും വിപരീതാർത്ഥമൊക്കെ ആക്കാനും ഒക്കെ ഈ പ്രഫിക്സിനും സഫിക്സിനും പറ്റും. അപ്പൊ മുമ്പേ ചേർക്കുന്നത് പ്രീ എന്ന് ആലോചിച്ചാൽ മതി. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ അല്ലേ കല്യാണത്തിന് മുമ്പേ. അപ്പൊ പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ മുമ്പേ. ഓക്കെ, അപ്പം DIS പ്രഫിക്സ്. ഇനി എന്താണ് സഫിക്സ്? സഫിക്സ് ഇൻ കെയർലെസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഫിക്സ് ആ വേർഡിന് മുമ്പേ, സഫിക്സ് ആ വേർഡിന് ശേഷം. ഇപ്പൊ കെയറിന് ശേഷം LESS അല്ലേ? അതാണ് ഇവിടുത്തെ സഫിക്സ്. ഓക്കെ, കെയർ എന്ന് പറയുന്ന വേർഡിനോട് LESS ആഡ് ഓൺ ചെയ്തപ്പം കെയർലെസ് ആയി അല്ലേ? സോ അപ്പൊ നമ്മൾ അർത്ഥതലത്തിലും ഇതിന്റെ വേർഡ് സ്ട്രക്ചറിലും ഇത് ഏത് ഗണത്തിൽ പെടുന്നു, അതിന്റെ ഫങ്ഷനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് സഫിക്സും പ്രഫിക്സും. ഈ സഫിക്സ് ചേർക്കുന്നത് ആ ഒരു വാക്കിന് ശേഷവും പ്രഫിക്സ് ചേർക്കുന്നത് ആ ഒരു വേർഡിന് മുമ്പേയുമാണ്. ഇവിടെ കെയർലെസ്സില് കെയറിന് ശേഷം ചേർത്തിരിക്കുന്ന LESS സഫിക്സും, നമ്മൾ നേരത്തെ പഠിച്ച ഡിസഗ്രിയിൽ അഗ്രീന് മുമ്പ് ചേർക്കുന്ന DIS പ്രഫിക്സുമാണ്. കിട്ടുമല്ലോ? ഡൺ. ഇനി കറക്റ്റ് സ്പെല്ലിംഗ്. അക്കമഡേഷന്റെ സ്പെല്ലിംഗ് 2 C ഉണ്ട് 2 M ഉണ്ട്. അക്കമഡേഷനിൽ 2 C ഉണ്ട് 2 M ഉണ്ട്. ACCO MMO DATION, ACCO MMO DATION, accommodation. Accommodation. All right. അടുത്തത് a blessing in disguise means, a blessing in disguise, വേഷം മാറി വന്ന ഒരു ബ്ലെസ്സിങ്. അതായത് ഇത് തുടക്കത്തിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് നല്ലതല്ല, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതൊരു അനുഗ്രഹമായിരുന്നല്ലോ എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, വേഷം മാറി വന്ന അനുഗ്രഹം അല്ലേ? അപ്പം സംതിങ് ഗുഡ് ദാറ്റ് സീംഡ് ബാഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം അത് ബാഡ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ശരിക്കും നല്ലതായിരിക്കും. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, അപ്പം സംതിങ് ഗുഡ് ദാറ്റ് സീംഡ് ബാഡ് അറ്റ് ഫസ്റ്റ്. അപ്പം ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഒക്കെ നോക്കി വെക്കണം, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഐ സൂ ഡാഷ് എലഫന്റ്. എലഫന്റ് ആണ് അല്ലേ? ഞാൻ പഠിപ്പിച്ചതാണ് എയും ആനും ഒക്കെ. വേഗം പറഞ്ഞോ, എ എലഫന്റ് ആണോ ആൻ എലഫന്റ് ആണോ? എലഫന്റ് ആണ്, ആൻ എലഫന്റ്. ഐ സോ ആൻ എലഫന്റ്. ഓക്കെ, അടുത്തത് ഈച്ച് ഓഫ് ദ ബോയ്സ് ഡാഷ് എ പ്രൈസ്. ഈച്ച് എന്ന് പറയുന്ന വേർഡ് കണ്ടാൽ കോൺകോഡിലുള്ള ചോദ്യമാണ് അല്ലെ? നമ്മള് പിന്നെ വരുന്ന വെർബ് അല്ലെ, സബ്ജക്റ്റിന്റെ ഭാഗത്ത് ഈച്ച് ഉണ്ടെങ്കിൽ നമ്മൾ വെർബിനെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? സിംഗുലർ ആയിട്ട്. ഈ ബോയ്സ് പ്ലൂരൽ അല്ലേ എന്ന് ചിന്തിക്കരുത്, ഈച്ചിനാണ് ഇവിടെ പ്രയോറിറ്റി. ഈച്ച് ഓഫ് ദ ബോയ്സ്. ഓക്കെ, അപ്പം ഈച്ച് കണ്ടാൽ പിന്നെ നമുക്ക് ബ്ലാങ്കിൽ തരുന്ന വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം. ഹാവ് പ്ലൂരൽ ആണ്, വേറ് പ്ലൂരൽ ആണ്, ആറ് പ്ലൂരൽ ആണ്, എന്ത് മാത്രമേ വരുള്ളൂ? ഹാസ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് എ പ്രൈസ്. കിട്ടിയല്ലോ? മറന്നു പോവരുത്. ഈച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗത്ത് അല്ലെ, അതായത് നമുക്ക് വെർബ് ഭാഗത്ത് സിംഗുലർ ആയിട്ട് വെർബ് ഉപയോഗിക്കേണ്ടി വരും. ഈച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുക. ഈച്ച് സിംഗുലർ ആണ്. ഈച്ച് സബ്ജക്റ്റ് ഭാഗത്ത് വന്നാൽ വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അപ്പം ബാക്കി മൂന്നും പ്ലൂരൽ ആണ്, ഹാസ് മാത്രമേ ഇവിടെ സിംഗുലർ ആയിട്ടുള്ളൂ അല്ലേ? കിട്ടുമല്ലോ? ഈച്ചിനെ മറന്നു പോവരുത്. നമ്മുടെ കോൺകോഡിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ഏരിയയാണ് ഇതൊക്കെ. അടുത്തത് കറക്റ്റ് സെന്റൻസ്. ഡസ് ഹി ലൈക്സ് കോഫി. ഈ ലൈക്ക് എന്ന് ഡസ്സിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈക്സ് എന്ന് വേണ്ട, ലൈക്ക് എന്ന് മതി. അപ്പൊ ഇത് തെറ്റും.
ഡസ് ഹി ലൈക്ക് കോഫി? കറക്റ്റ് ആണ് അല്ലെ. ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഓക്കെ, ഇതാണ് നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ. ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിലോ വേർ ആർ യു ഗോയിങ്? ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഇങ്ങനെയാ. ഇതിൽ ഈ ക്വസ്റ്റ്യൻ വേർഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിന്റെ സ്ട്രക്ചറായി? നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറായി. അത് ഓക്സിലറി വേർബ് വെച്ചിട്ടാ തുടങ്ങുക. ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ് അല്ലെ. ഇതാ ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഡസ് ഹി ലൈക്ക് കോഫി? കറക്റ്റ് അല്ലേ. ഇനി ഡു ഹി ലൈക്ക് കോഫി? ഡു വരുമോ ഹീയുടെ കൂടെ? ഹി സിംഗുലർ അല്ലേ, അതുകൊണ്ട് ഡസ് വരണ്ടേ അല്ലെ. നമ്മള് ഐ, യു, ദേ, വി ഒക്കെ അല്ലേ പ്ലൂരൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഇവരുടെ കൂടെ അല്ലേ നമ്മള് വേർബ് എങ്ങനെ കൊടുക്കുന്നത്? പ്ലൂരൽ ആയിട്ട് അല്ലേ. ഡു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ഫോം അല്ലേ. ഹി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ കൊടുക്കണം? ഡസ് എന്ന് കൊടുക്കണം. അപ്പൊ ഇതും തെറ്റ്. ഡസ് ഹി ലൈക്ക് കോഫി ഓക്കെയാ. ഡിഡ് ഹി ലൈക്സ് കോഫി? നമ്മൾ ഈ ലൈക്ക്ഡ് എന്ന് പറയുന്ന വേർബിനെ സ്പ്ലിറ്റ് ചെയ്താല് ലൈക്ക് പ്ലസ് ഡിഡ് കിട്ടും. ഓക്കെ, പിന്നെ ഡിഡ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എസ് ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇത് ഡസ് ഉള്ള രൂപമാണ് ലൈക്സ്. ഓക്കെ, അവിടെ എസ് അല്ല വരിക. പിന്നെ ഈ ഡിഡിനെ ഇങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ലൈക്ക്ഡിൽ ബാക്കി ലൈക്ക് അല്ലേ ഉണ്ടാവും. ഇവിടെ ലൈക്കുന്നേ വരാൻ പാടുള്ളൂ. ഡിഡ് ഹി ലൈക്ക് കോഫി? ഓക്കെ, അപ്പം ഇതുമല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഡസ് ഹി ലൈക്ക് കോഫി. ക്ലിയർ ആണോ? ഡസ് ഹി ലൈക്ക് കോഫി. ആൻസർ എന്താ വരുന്നത്? ഡസ് ഹി ലൈക്ക് കോഫി. ക്ലിയർ അല്ലേ പറഞ്ഞത്? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, ലെറ്റസ് ഗോ ഡാഷ്. ഈ ലെറ്റസ് വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഷാൽ വി ആയിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. നിസ്സംശയം നമുക്ക് ആൻസർ എഴുതാം ഷാൽ വി. ലെറ്റസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ടാഗ് എങ്ങനെയായിരിക്കും? ഷാൽ വി. ലെറ്റസ് വെച്ച് തുടങ്ങിയ ടാഗ് ഷാൽ ബി. അതിൽ വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനത്തെ കൺസേൺസ് ഒന്നും തന്നെ വേണ്ട. ലെറ്റസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഷാൽ വി ആണ് ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ കൊടുക്കേണ്ടത്. വേറെ ഓപ്ഷൻസ് നോക്കുക പോലും വേണ്ട. ഷാൽ വി. അടുത്തത്, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഡാഷ് 2015. I have lived here dash 2015. ഈ have plus V3, has or have plus V3, ഇത് എന്തിന്റെ സ്ട്രക്ചർ ആണ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ. ഈ പ്രസന്റ് പെർഫെക്റ്റിലും അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട് അല്ലെ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം എനിക്ക് ഇങ്ങനെ എഴുതാം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 2015. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ, സോറി ഹിയർ അല്ല ഹിയർ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 2015. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സെറ്റ് ആണോ? അപ്പം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റും ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് there are dash students. There are dash students. ഓക്കെ, സ്റ്റുഡൻസ് കൗണ്ടബിൾ ആണ്. ഈ കൗണ്ടബിൾസിന്റെ കൂടെ നമ്മൾ മച്ചാണോ മെനി ആണോ കൊടുക്കുക? മെനി ആണ്. മെനി സ്റ്റുഡൻസ്. ഈ മച്ച് എന്ന് പറയുന്നതും ലിറ്റിൽ എന്ന് പറയുന്നതും ലിറ്റിൽ എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. അതായത് വാട്ടർ ഒക്കെ പോലത്തെ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മച്ച്, ലിറ്റിൽ, ലിറ്റിൽ ഒക്കെ. കൗണ്ടബിൾ നൗൺസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്
ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ മെനി ആണ് ഉപയോഗിക്കുന്നത്. അപ്പം വ്യത്യാസം മനസ്സിലാക്കിക്കോ. ഇങ്ങനത്തെ ഓപ്ഷൻസ് കണ്ടാൽ തന്നിരിക്കുന്ന നൗണ് എന്താണോ നോക്കുക, കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ. കൗണ്ടബിൾ ആണെങ്കിൽ കണ്ണും പൂട്ടി മെനി കൊടുക്കുക. അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, മച്ചോ ലിറ്റിലോ എ ലിറ്റിലോ ഓപ്ഷൻ അനുസരിച്ച് അങ്ങ് കൊടുത്തോളാം. ഓക്കെ, എല്ലാം കൂടെ ഓപ്ഷനിൽ തരുമൊന്നുമില്ല. ഓൾ റൈറ്റ്. സോ നമ്മുടെ ആൻസർ വരുന്നത് മെനിയാണ്. ആൻസർ വരുന്നത് മെനിയാണ്. അടുത്ത ചോദ്യം, ലുക്ക് ആഫ്റ്റർ മീൻസ്, ലുക്ക് ആഫ്റ്റർ പരിപാലിക്കുക, കെയർ ഫോർ. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കെയർ ഫോർ. ഓക്കെ, അപ്പൊ ലുക്ക് ആഫ്റ്റർ പരിപാലിക്കുക. ഓക്കെ, അപ്പം ഫ്രേസൽ വേർബ്സ് പഠിക്കണം, ഫ്രേസൽ വേർബ്സ് പഠിക്കണം. ഇനി വി എൻജോയ്ഡ് ഡാഷ് ഫുട്ബോൾ. ഞാൻ നേരത്തെ ഒരു ജറണ്ട് പഠിപ്പിച്ചു തന്നത് ഓർക്കുന്നുണ്ടോ? ഈ എൻജോയിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജറണ്ടാണ്. എൻജോയിന്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്താണ്, ജറണ്ടാണ്. വി എൻജോയ്ഡ് ഡാഷ് ഫുട്ബോൾ. അപ്പം ജറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം അല്ലേ. വി എൻജോയ്ഡ് പ്ലേ ആണോ, പ്ലേയിങ് ആണോ, പ്ലേഡ് ആണോ, ടു പ്ലേഡ് ആണോ, ING ഏതാ, പ്ലേയിങ്. അപ്പം എൻജോയ് എന്ന് പറയുന്ന വേർബിനെ ഓർത്തു വെച്ചോ. അതിനുശേഷം നമ്മൾ ജറണ്ടാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻഫിനിറ്റീവ് ഒക്കെ തന്നാൽ അതല്ല. അതായത് ടു പ്ലേ എന്നൊക്കെ തരും ചിലപ്പോൾ. അതൊന്നുമല്ല, വെറും പ്ലേ എന്ന് തരും. അതല്ല, ING ഉപയോഗിക്കണം, പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പറയാം, വി എൻജോയ്ഡ് പ്ലേയിങ് ഫുട്ബോൾ. വി എൻജോയ്ഡ് പ്ലേയിങ് ഫുട്ബോൾ. സെറ്റ് ആണ്. അപ്പൊ എൻജോയ്ക്ക് ശേഷം എന്തുപയോഗിക്കണം, ജറണ്ട് ഉപയോഗിക്കണം. എൻജോയ്ക്ക് ശേഷം ജറണ്ട് ഉപയോഗിക്കണം. ഓൾ റൈറ്റ്. ഇനി they completed the work by dash. ഓക്കെ, അവരാണ് കംപ്ലീറ്റ് ചെയ്തത്. എങ്ങനെയാണ്, അവരാൽ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ. അപ്പം അവരാണ് കംപ്ലീറ്റ് ചെയ്തത്, അവരാൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത്. നമുക്ക് എന്ത് ഉപയോഗിക്കാം, റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, അപ്പോ നോക്കി, ദേ ആണ് അല്ലേ, അവർ സെൽസ് അല്ല വരെ, ദം സെൽസ് ആണ് കേട്ടോ. ഈ അവർ സെൽസ് വരെ വി ആണെങ്കിലാണ് അവർ സെൽസ് വരിക. അപ്പം ദേ ആണെങ്കിൽ themselves, they completed the work by themselves. ഓക്കെ ആണോ, they completed the work by themselves. ഓക്കെ, അവരാണ് കംപ്ലീറ്റ് ചെയ്ത്, അവരാലാണ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ. സോ they completed the work by themselves. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 4 റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണെങ്കിൽ കണ്ണും പൂട്ടിയിട്ട് സബ്ജക്റ്റ് നോക്കുക, അതിനനുസരിച്ചുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺ അങ്ങ് കൊടുക്കുക. ഓക്കെ, ദെൻ യു ഡാഷ് സ്മോക്ക് ഹിയർ. ഇവിടെ പുക വലിക്കരുത്, നിങ്ങൾ ഇവിടെ പുക വലിക്കരുത് അല്ലെ, കർശനമായിട്ട് പറയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ട്രിക്റ്റ് ഓർഡർ ആണെങ്കിൽ എന്ത് കൊടുക്കുക, മസ്റ്റ് കൊടുക്കുക. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ, യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. ഓക്കെ, അപ്പൊ മസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഷോ സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ റൂൾ. പഠിച്ചു വെക്കണം. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടി ഷുഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റൂൾ ഒക്കെ ആണെങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത്, മസ്റ്റ് ആണ്. മസ്റ്റ്. ഓൾ റൈറ്റ്, മസ്റ്റ് ഉപയോഗിക്കണം. ഇനി അടുത്ത ചോദ്യം, ഐ സ്റ്റേഡ് ഹോം ഡാഷ് ഇറ്റ് വാസ് റെയിനിങ്. ഞാൻ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു, അവിടെ തന്നെ നിന്നു. എന്തുകൊണ്ടാ, കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാരണം കാണിക്കുന്നത് എന്താ, ബിക്കോസ്. ഓൾഡോ അല്ല, അൺലെസ് അല്ല, ബട്ട് അല്ല. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് റെയിനിങ്, ഒരു കണക്ഷനും ഇല്ല, ചേർച്ചയില്ല അല്ലെ. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, കാരണം എന്തായിരുന്നു, നല്ല മഴയായിരുന്നു അല്ലെ. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. എന്താ, കാരണം കാണിക്കുന്നതാണ്, ബിക്കോസ് ആണ്. ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഓൾ റൈറ്റ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആന്റണിം ഓഫ് ജനറസ്. ജനറസിന്റെ ആന്റണിം. ജനറസ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുമ്പോൾ സിനോണിംസ്, നിങ്ങൾക്ക് എന്താണോ റൂട്ട് വേർഡ് അതിന്റെ സിനോണിംസും ആന്റണിംസും അവർ ഓപ്ഷനിലിടും. അപ്പം ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. വേർഡ് കാണുമ്പോഴത്തേക്ക് ചാടി കയറി സിനോണിം എഴുതരുത്. ചിലപ്പോൾ ആന്റണിം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, ആന്റണിം ഓഫ് ജനറസ്. ജനറസിന്റെ ആന്റണിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറസ് എന്ന് പറഞ്ഞാൽ കൈൻഡ് അല്ലേ. അപ്പം കൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തില് ഭയങ്കര എന്താണ്, നല്ല മനസ്സുള്ള, എല്ലാവർക്കും എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒക്കെ ആ ഒരു രീതിയിലൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോ
ആന്റണിയുമായിട്ട് വരുന്നത് സ്റ്റിങ്ങി, കൈൻഡ് ഓഫ് പിശുക്കന, നോട്ട് ജനറസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റിങ്ങിനെ പഠിക്കേണ്ടത്. ആക്ച്വലി അൺവില്ലിങ് ടു ഗിവ്, അതായത് എസ്പെഷ്യലി മണി, പൈസയൊക്കെ കൊടുക്കാൻ ഭയങ്കര പിശുക്കുള്ള, അതാണ് സ്റ്റിങ്ങി നേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ, കൈൻഡ് ആണ്. ഓക്കെ, കൈൻഡ് ആണ്, പൈസയൊക്കെ കൊടുക്കും, ആൾക്കാരെ സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ അതിന്റെ ആന്റണിം എന്താ, സ്റ്റിങ്ങി ആണ്, നോട്ട് ജനറസ്, അൺവില്ലിങ് ടു ഗിവ്, എസ്പെഷ്യലി മണി. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമ്മൾ നമ്മുടെ കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നും തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഈ ഒരു സെഷനിൽ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വേണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് വേണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഇനിയും ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ചാണ് നമ്മൾ ഇനിയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കീപ് ഇൻ ടച്ച്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.